കെ.പി.സി.സി. സമരാഗ്നിയുടെ ഭാഗമായി കാസർഗോഡ് നടത്തിയ ജനകീയ സദസ്സിൽ സർക്കാർ അവഗണനയ്ക്കും വകുപ്പുകളുടെ നിഷേധങ്ങൾക്കും എതിരെ വിവിധ ജനവിഭാഗങ്ങൾ പരാതികൾ അറിയിച്ചു. സർക്കാരിനെതിരെ പരാതികൾ ഉയർന്ന കെ.പി.സി.സിയുടെ ജനകീയ സദസ്സ് 2 മണിക്കൂർ നീണ്ടു. ആനുകൂല്യങ്ങളും ആവശ്യങ്ങളും സഹായങ്ങളും സർക്കാർ തലത്തിൽ നിരന്തരം അവഗണിക്കപ്പെട്ട വിവിധ ജനവിഭാഗങ്ങളുടെ പരാതികൾ കെ.പി.സി.സി. സമരാഗ്നിയുടെ ഭാഗമായി കാസർഗോഡ് സംഘടിപ്പിച്ച ജനകീയ സദസ്സിൽ ഉയർന്നു വന്നു. 2 മണിക്കൂർ സമയമെടുത്ത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കെ.പി.സി.സി. പ്രസിഡന്റ് കെ. സുധാകരനും ചേർന്ന് വിഷമങ്ങളും പരാതികളും കേട്ട് സഹായ നടപടികൾ കൈക്കൊള്ളുമെന്ന് ഉറപ്പേകി. എൻഡോസൾഫാൻ ദുരിതബാധിതർ, മാസങ്ങളായി പെൻഷൻ മുടങ്ങിയ ക്ഷേത്രസ്ഥാനികർ, ദേവസ്വം ജീവനക്കാർ, മത്സ്യത്തൊഴിലാളി ജനവിഭാഗം, ആദിവാസി വിഭാഗക്കാർ, അംഗൻവാടി ജീവനക്കാർ, അടക്ക കർഷകർ, കാട്ടുപന്നി ശല്യം കാരണം കൃഷി നശിച്ച കർഷകർ തുടങ്ങിയവർ ജനസദസ്സിൽ പരാതികൾ അറിയിച്ചു. സമരാഗ്നി കഴിയുമ്പോഴേക്കും കാസർഗോഡ് നിന്ന് ലഭിച്ച പരാതികൾ സംബന്ധിച്ച് ഡോക്യുമെന്റ് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ച് ബന്ധപ്പെട്ട വകുപ്പുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇതിനായി എം.എൽ.എമാർക്കും പ്രധാന നേതാക്കൾക്കും ചുമതല നൽകും. ഞങ്ങൾ തയ്യാറാക്കി കാസർഗോഡിന്റെ ഒരു ഡോക്യുമെന്റ് കാസർഗോഡിന്റെ വിഷയങ്ങളെല്ലാം ഈ ഇത് കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോഴേക്കും ഞങ്ങൾ ആ ഡോക്യുമെന്റ് ഇവിടെ വന്ന് ആ ഡോക്യുമെന്റ് റിലീസ് ചെയ്യും. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുടെ പുറകെ, വകുപ്പുകളുടെ പുറകെ, കേന്ദ്രത്തിലും കേരളത്തിലും അതിൻ്റെതായ ഒരു ഫോളോ അപ്പ് ഉണ്ടാകും. സമരാഗ്നി ആരംഭിച്ചതോടുകൂടി ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുവാനായി കോൺഗ്രസ് പ്രവർത്തകരും നേതൃത്വവും സജ്ജമായതായും നേതാക്കൾ പറഞ്ഞു. അമൃത ന്യൂസ്, കാസർഗോഡ്.